നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രസകരമായ 3 ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒരു വശത്ത് ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ പരാതിയിന്മേൽ നടന്ന മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വാദം. കോടതി മുറിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നു, രണ്ടാമത്തെ പരാതി ഊരും പേരുമില്ലാതെ ലഭിച്ചതാണ്. പോലീസ് FIR ഇടുമ്പോൾ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. പരാതിക്കാരി എവിടെയെന്ന് പോലും പോലീസിനറിയില്ല. ഇത്തരമൊരു സംഭവം നടന്നിട്ടേയില്ല. ഇല്ലാത്തൊരു സംഭവം ഏതോ ഒരു അജ്ഞാത ഇമെയിലിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഇത്തരമൊരു വാദം മുന്നോട്ട് വെച്ചപ്പോൾ മറുവശത്ത് പ്രോസിക്യൂഷൻ ഉയർത്തിയ മറുവാദം. അതാണിതിൽ ഏറ്റവും രസകരം. പ്രോസിക്യൂഷൻ പറയുന്നു, KPCC അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ പരാതിയാണ്. പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ KPCC അധ്യക്ഷൻ ഇത്തരമൊരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺവേട്ടക്കാരനാണ്, അയാൾ പുകഞ്ഞ കൊള്ളിയാണ് എന്ന് കേരളത്തോട് പറഞ്ഞത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ ആ സംഘടനയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയത് അയാൾ ഒരു സ്ഥിരം കുറ്റവാളിയായതുകൊണ്ട്. ഈ വാദത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ ഒന്ന് പതറി. സ്വന്തം പ്രസ്ഥാനം തന്നെയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഊരും പേരുമില്ലാത്ത ഒരു ഇമെയിൽ അയച്ചു കൊടുത്തത് വഴി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അല്ല, അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെയാണ് KPCC അധ്യക്ഷൻ അടപടലം പെടുത്തിയത്. രണ്ടാമത്തെ ദൃശ്യം ഇതിനേക്കാൾ രസകരം. ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ചിരി പൊട്ടുന്നത്. അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിന് പിന്നിൽ സർക്കാരിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നു. കഴിഞ്ഞ മാസം 27-ാം തീയതി രാഹുൽ ഒളിവിൽ പോയി. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. എന്നാൽ ഇതുവരെ രാഹുലിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ കർണാടകയിലാണ് എന്ന വിവരം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടും അയാളെ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ചോദ്യം. അറസ്റ്റ് വൈകിപ്പിച്ച് വോട്ടെടുപ്പ് ദിനത്തിലോ തൊട്ടു മുൻപോ രാഹുലിനെ പിടികൂടി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോഴും മറുവശത്ത് കോൺഗ്രസ് പറയുന്നു, എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന്. ചുരുക്കത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഇപ്പോൾ CPM-നേക്കാൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരാവശ്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്? രാഹുലിനെതിരെ പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് ഇമെയിലിൽ ഒരു ഊമക്കത്ത് വന്നതിന് തൊട്ടു പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം തള്ളിക്കളഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപനം. പിന്നീട് കോൺഗ്രസ് പറയുന്നു, രാഹുൽ വിഷയത്തിൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തങ്ങൾ ചെയ്തു, ഇനി സർക്കാരിനാണ് ചെയ്യാനുള്ളത്. രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കോൺഗ്രസ് സംഘടന തന്നെ പിണറായിയോട് ആവശ്യപ്പെടുമ്പോൾ ഇതിൽ പരം എന്തു വൈരുദ്ധ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇനിയാണ് ഏറ്റവും വലിയ തമാശ. ഒരു പ്രതി എവിടെയുണ്ട് എന്ന കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഇനി 3-ാം ദൃശ്യം കൂടി നമുക്കൊന്ന് കാണാം. ഇതോടെ ഇക്കാര്യത്തിൽ ഒരു ഏകദേശ രൂപം നമുക്ക് ബോധ്യമാകും. 3-ാം ദൃശ്യം നമുക്ക് പിണറായി വിജയനിലൂടെയാണ് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന് പിണറായി ഇതാ മറുപടി കൊടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ പ്രതിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നതിൽ അസ്വാഭാവികതയുണ്ട്. പോലീസിന് രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ശരിയാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന ആരോപണം ശരിയല്ല. രാഹുലിൻ്റെ ഉള്ളിയിടം അറിയാവുന്നത് കോൺഗ്രസിന് തന്നെയാണ്. രാഹുൽ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് എന്ന് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചപ്പോഴും മറുവശത്ത് മുഖ്യമന്ത്രി പറഞ്ഞു, ഇത്തരം ലൈംഗിക വൈകൃതക്കാർ ധാരാളമുണ്ട് കോൺഗ്രസിൽ. വിൻസെന്റ് ഉൾപ്പെടെയുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കോൺഗ്രസിനെ പരിഹസിച്ചത്. ചുരുക്കത്തിൽ 3 ദൃശ്യങ്ങളിൽ നമുക്കൊരു കാര്യം ബോധ്യമാകും. കോൺഗ്രസ് എന്തുകൊണ്ട് രാഹുലിനെ എത്രയും പെട്ടെന്ന് വേട്ടയാടി വീഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്ഷേപങ്ങളുടെ തുടക്കം റിനി ആൻ ജോർജ് എന്ന സിനിമാ നടിയിൽ നിന്നാണ്. VD സതീശൻ തൻ മകളെപ്പോലെ കരുതുന്നു എന്ന് മാധ്യമങ്ങളോട് ഉറക്കെ പറഞ്ഞ റിനി ആൻ ജോർജ് തന്നെയാണ് രാഹുലിൻ്റെ ഈ വീഴ്ചയുടെ തുടക്കമിട്ടത്.
പിന്നീട് നിരവധി കോണുകളിൽ നിന്ന് പരാതികൾ ഉയർന്നു കേട്ടു. അതൊക്കെ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നായിരുന്നുവെന്നതാണ് അതിലെ പ്രത്യേകത. എല്ലാറ്റിനുമൊടുവിൽ ഒരു പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തൊടുത്തുവിട്ടത് കോൺഗ്രസ് ആണ് എങ്കിലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചത് ഇടതുപക്ഷവും CPM-ഉം. അവിടെ കോൺഗ്രസ് അടപടലം വെട്ടിലായി. രാഹുലിനെതിരെ പരസ്യമായി ആരോപണവുമായി രംഗത്തിറങ്ങിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം, MLA സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ ഉയർന്നു കേട്ട മുറവിളി കോൺഗ്രസ് നേതാക്കളിൽ നിന്ന്. രമേശ് ചെന്നിത്തലയും VD സതീശനും ആദ്യം കളത്തിലിറങ്ങി അതിശക്തമായി പൊരുതി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊരു പത്മവ്യൂഹം തീർത്ത് ഷാഫി പറമ്പിൽ കൂട്ടരും അക്കാലത്ത് രംഗത്തിറങ്ങി. പിന്നീട് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ രാഹുൽ കളത്തിലിറങ്ങി കളിച്ചതോടെ ചിലരുടെ നെറ്റി ചുളിഞ്ഞു. പല ആരോപണങ്ങളും അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതാകുന്നു. ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയ നേതാക്കൾ തന്നെ അടപടലം കൊഴിയുന്നു എന്ന കാഴ്ച. അവിടെയാണ് ഒരു കൂട്ടം ആക്ഷേപങ്ങൾ പിന്നീട് രാഹുലിനെതിരെ ഉയർന്നത്. രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണോ, സെക്ഷുവലി പെർവേർട്ടഡ് ആണോ എന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസിൻ്റെ പല നീക്കങ്ങളിലും സമചിത്തത പ്രകടിപ്പിച്ചില്ല എന്ന് വ്യക്തം. അതിൻ്റെ രാഷ്ട്രീയ ദുരന്തമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. എല്ലാറ്റിനുമൊടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താനും രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള നേതാക്കൾ കളത്തിലിറങ്ങി. ബ്രഹ്മാസ്ത്രവുമായി K മുരളീധരനും. എല്ലാവർക്കും ഒരൊറ്റ ആവശ്യമായിരുന്നു മുന്നിൽ: രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തൊട്ടു പിന്നാലെ ഹൈക്കോടതി ഇപ്പോൾ മുൻകൂർ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ജില്ലാ സെഷൻസ് കോടതിയിലെ വിധിന്യായം നോക്കുമ്പോൾ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി രാഹുലിന് അനുകൂലമായി ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അതിൻ്റെ ഇടുത്തി വീഴുന്നത് കോൺഗ്രസ് നേതാക്കളുടെ തലയിൽ തന്നെയാകും. രണ്ടാം പരാതിയിലും ഒട്ടനവധി ദുരൂഹതകൾ. ഈ പരാതി എന്തിനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് അതിൻ്റെ ഉടയോനുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ KPCC അധ്യക്ഷൻ ഫോർവേഡ് ചെയ്തു കൊടുത്തത്? അവിടെയും രാഷ്ട്രീയ വെട്ടിലാക്കാൻ CPM-ന് കഴിഞ്ഞു കോൺഗ്രസിനെ. ഈ ഘട്ടത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം ജയിലിൽ അടച്ചില്ല എങ്കിൽ അവിടെ നാണക്കേടാവുന്നത് ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾക്കാണ്. രാഹുലിനെതിരെ പരസ്യ പ്രസ്താവന ഇറക്കിയവർ, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആക്രോശിച്ചവർ, അവരൊക്കെ അടപടലം വീട്ടിലാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ അവർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്നെ ആവശ്യപ്പെടുന്ന വിചിത്ര കാഴ്ച. രസകരമാണ് കേരളത്തിലെ ഈ കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.